ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ പാദകമലങ്ങളിൽ അനന്തകോടി പ്രണാമം. അമ്മ ശ്രീ ശാരദാംബയ്ക്ക് കോടി വന്ദനം. ആത്മോപദേശ ശതകം ആമുഖമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഉപദേശ രൂപത്തിൽ 100 മന്ത്രങ്ങൾ അടങ്ങുന്ന ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം. ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണിത്. ആത്മാവ് എന്നാൽ അറിവ് തന്നെയാണ് ഈ ബ്രഹ്മം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ആ അറിവിനെ അറിയുക. അതായത് നാം നമ്മെ തന്നെ അറിയുക എന്നുള്ളതാണ് ഈ കൃതിയിലൂടെ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഗുരുദേവ തൃപ്പാദങ്ങളുടെ ഓരോ കൃതികളും അതുല്യമാണ്. ആത്മോപദേശ ശതകമാകട്ടെ ദാർശനിക തനിമ നിറഞ്ഞു കവിയുന്ന ഒരു കൃതിയാണ്. മൃഗേന്ദ്രമുഖം വൃത്തത്തിലാണ് ഇതിൻ്റെ രചന. ഇനി നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തുപുറത്തും ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടേണം. ഈ വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. സാധാരണ അറിവുകളുടെ തലത്തിന് അപ്പുറത്തുള്ളതും അറിയുന്നവൻ എന്ന രൂപത്തിലും അതോടൊപ്പം അറിയപ്പെടുന്നത് എന്ന രൂപത്തിൽ വെളിയിലും ഭാവരൂപമാർന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സകലതിനും ആദി ബീജമായിരിക്കുന്ന ആത്മസത്യം വെളിവായി കിട്ടുന്നതിന് ഇന്ദ്രിയങ്ങൾ 5ഉം ഉള്ളിലേക്ക് തിരിച്ച് സ്വന്തം നിയന്ത്രണത്തിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും വണങ്ങി ഓതിടേണം, വണങ്ങി അഭ്യസിക്കേണ്ടതാണ് എന്നാണ് ഈ വരികളുടെ അർത്ഥം. ഈ 1-ാം മന്ത്രത്തിലെ വരികളുടെ അർത്ഥം. ഈ മന്ത്രത്തിന്റെ ആന്തരികമായ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ ഇവിടെ തൃപ്പാദങ്ങൾ പറയുന്നത് കരുവിനെ കണ്ടെത്തുക, അതായത് കരുവിന് കണ്ണുകൾ 5ഉം ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം എന്നാണ് പറയുന്നത്. അതായത് കരുവിനെ കണ്ടെത്താൻ കണ്ണുകൾ 5ഉം ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടേണം, അഭ്യസിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. കരു എന്ന് പറയുന്നത് ആത്മസത്തയാണ്. ആ ആത്മസത്ത എന്നാൽ നമ്മുടെ ശരിയായ ഉണ്മ എന്ന അർത്ഥമാണ് ഉള്ളത്. ആ ആത്മസത്തയായ കരുവിനെയാണ് അറിയേണ്ടത്. കരുവിനെ അറിയാതെ ഈ ലോകത്തിൽ കണ്ടും കേട്ടും തൊട്ടും നുണഞ്ഞും മണത്തും ചിന്തിച്ചും അറിയാവുന്ന എല്ലാം വെറുതെ എന്നേ പറയാനൊക്കൂ. എന്തെന്നാൽ കരുവാണ് എല്ലാ അറിവുകൾക്കും കാരണമായിരിക്കുന്നത്. എല്ലാ അറിവുകൾക്കും അർത്ഥമായിരിക്കുന്നതും ഈ കരുവാണ്. കാരണം ഏകമാണ്, കാര്യങ്ങൾ അനേകമാണ്. ഏതൊന്നിൽ നിന്നാണോ ലോകം ജാതമാകുന്നത് ആ ഒന്നാണ് കാരണം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ കാരണമായിരിക്കുന്ന കരുവിനെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞ അനുഭവം. അതൊരു പൂർണ്ണമായ അനുഭവമാണ്. കാമനകൾ ഒഴിഞ്ഞ പൂർണ്ണത, സ്വയം തൃപ്തിയാണ് പൂർണ്ണ അനുഭവത്തിന്റെ തെളിമ. ആ കരു ഒരേ സമയം അറിയുന്നവന്റെ അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നുണ്ട്. അകത്ത് അന്ധകരണമായും പുറത്ത് എണ്ണമറ്റ വസ്തുക്കളായും പ്രകാശിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സൂക്ഷ്മമായി അകത്തും സ്ഥൂലമായി പുറത്തും. അങ്ങനെയുള്ള കരുവിനെ ആനുഭൂതികമായി അനുഭവിച്ചറിയാൻ നമ്മൾക്ക് ആദ്യം വേണ്ടത് ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പുറം വിഷയങ്ങളിലാണ്. പുറമേയുള്ള ഈ ലോകത്ത് കാണുന്ന പലതിലും ഭ്രമിച്ചാണ്, നമ്മുടെ മുന്നിൽ കാണുന്ന പലതിലും ഭ്രമിച്ച് നടക്കുകയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെ പുറം വിഷയങ്ങളിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അതായത് നമ്മുടെ ഉള്ളിലുള്ള കരുവിനെ കണ്ടെത്തണമെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാനാണ് തൃപ്പാദങ്ങൾ ഇവിടെ ഉപദേശിച്ചു തരുന്നത്. അതിന് നമ്മൾ തെരുതെരെ വീണു വണങ്ങി ഓതിടേണം. നമുക്ക് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ശ്രമിച്ചാലൊന്നും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ പരിധിക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. തെരുതെരെ വീണു വണങ്ങി ഓതിടേണം.
അങ്ങനെ കരുവിനെ കണ്ടെത്താൻ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം. അതായത് പുറം വിഷയങ്ങളിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ആ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കരുവിനെ തിരിച്ചറിയുക. ഉള്ളിലുള്ള ആത്മസത്യത്തെ, കരുവെന്ന് പറയുമ്പോൾ അതൊരു ആത്മസത്യമാണ്. ആ സത്യത്തെ തിരിച്ചറിയുക. അതിനാണ് തൃപാദങ്ങൾ ഈ 1-ാം മന്ത്രത്തിലൂടെ നമുക്ക് അതാണ് ഉപദേശിച്ചു തരുന്നത്. ഇന്നത്തെ ഈ ലഘു വിവരണം ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് 2-ാമത്തെ മന്ത്രം നോക്കാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓ